മതിലുകൾക്കപ്പുറം പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കിള്ളിപ്പാലം കഥകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ. നിരത്തിൽ നിന്ന് കടപ്പുറത്തിലെ മണൽപ്പരപ്പിലേക്ക് കാലെടുത്ത് വെച്ചതും രണ്ട് കുട്ടികളും അയാളുടെ കൈപ്പിടി വിട്ട് മത്സരിച്ച് ഓടിത്തുടങ്ങി. കൈ പിടിക്കാതെ വെള്ളത്തിൽ ഇറങ്ങരുത്, നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? അത് പറഞ്ഞ് അവൾ അയാളെ പിടിച്ച് കുലുക്കുമ്പോഴും അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കടലിന് അഭിമുഖമായി നടക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഗാംഭീര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാറ്റ് വന്നടിച്ചുകൊണ്ടിരുന്നു. അങ്ങകലെ ചുവന്ന സൂര്യൻ്റെ കാഴ്ചയെ കാറ്റാടി വിൽപ്പനക്കാരൻ ഒരൽപ്പം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. കടലിനെ സമീപിക്കും തോറും ഏതോ ശൂന്യതയെയും പൂർണ്ണതയെയും ഒരുപോലെ സമീപിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. നടന്ന് വെള്ളത്തിനടുത്തെത്തിയതും കുട്ടികൾ വന്ന് അയാളെ കൈപിടിക്കവേ അമ്മയ്ക്ക് ജീവൻ വീണ്ടും തിരിച്ചു കിട്ടി. തണുത്ത ഉപ്പുജലം വന്ന് അവരുടെ കാലുകളെ ചുംബിച്ചു. ദശകങ്ങളുടെ പഴക്കമുണ്ടായിരുന്ന വെറുപ്പും മടുപ്പുകളും പിണക്കങ്ങളുമെല്ലാം പാടെ മാഞ്ഞില്ലാതായി സമാധാനത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതായി അയാൾക്ക് തോന്നി. വാഹനങ്ങളുടെ ഒച്ചയില്ല, ആളുകളുടെ സംസാരമില്ല, യന്ത്രങ്ങളില്ല. പ്രപഞ്ചത്തിനൊപ്പം ഓംകാരം മന്ത്രിക്കുന്ന കടൽ മാത്രം. വിദൂരത്ത് ആകാശത്തിൻ്റെ വിശാലതയിൽ മാഞ്ഞില്ലാതാകുന്ന കടൽ. അതുപോലെ താനും ലയിച്ചില്ലാതാകുന്നതായി അയാൾക്ക് തോന്നി. എല്ലാ പ്രതിഭാസങ്ങൾക്കും ഒരു സർവസാക്ഷി എന്നോണം അതാ അവിടെ ഒരു വട്ടപ്പൊട്ടുപോലെ ചുവന്ന സൂര്യൻ. ആ സൂര്യൻ തൻ്റെ തന്നെ ഒരു പ്രതിബിംബമാണോ എന്നയാൾക്ക് തോന്നിപ്പോയി. അയാൾ മുകളിലേക്ക് നോക്കി. എന്തൊരു വിശാലതയാണ്! ഇത്രയും വിശാലമായ ആകാശം, ഇത്രയും വലിയ ആകാശം! ഈശ്വര, ഈ കാന്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇത്രയും നാളുകൾ പാഴാക്കി കളഞ്ഞത്. പൊടിപടലങ്ങളുടെയും ഒച്ചപ്പാടുകളുടെയും ഇടയിൽ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി. തിരമാലകളോട് സംസാരിച്ചും കൊഞ്ഞനം കാട്ടിയും അവയ്ക്കൊപ്പം തുള്ളിച്ചാടിയും കുട്ടികൾ സമയത്തെ ഓട്ടിച്ചു. എല്ലാവരും മേനി ക്ഷീണിച്ചു തുടങ്ങിയതും തിരിച്ചു നടന്നു. അത്ര നേരം അവരെ നോക്കി മന്ദഹസിച്ചിരുന്ന ആദിത്യൻ വ്യസനത്തോടെ തൻ്റെ വാടിയ വദനത്തെ കടലിൽ ഒളിപ്പിച്ചു. ഒരൽപ്പം മാറി അവർ മണലിൽ തന്നെ ഇരുന്നു. അകലെ മാറി കുട്ടികൾ അവരുടെ സ്വപ്നഗോപുരം മണലിൽ നിർമ്മിച്ചു തുടങ്ങി. അയാളും അവളും വിദൂരത്തെ ഇരുളുന്ന വാനിൽ നോക്കി ഇരുന്നു. അതും ഇതും പറഞ്ഞ് അയാളെ ശല്യപ്പെടുത്തണ്ട എന്നവൾ ചിന്തിച്ചു. കടൽക്കാറ്റ് കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തെ ചുളിവുകൾ മാഞ്ഞില്ലാതാകുന്നത് അവൾ ഹർഷാശ്രു നയനങ്ങളാൽ നോക്കിയിരുന്നു. അങ്ങനെ തൻ്റെ ഭാര്യ നിശബ്ദത തുടരുന്നതിൻ്റെ ഇടയിൽ അയാളും കൂടുതൽ സമാധാനത്തോടെ നിശബ്ദം അങ്ങനെ ഇരുന്നു. കപ്പലണ്ടി സാർ, കപ്പലണ്ടി വേണം സാർ. ആ ചോദ്യം കേട്ടതും ഏതോ വിദൂരതയിൽ നിന്ന് തിരിച്ചെത്തിയ പോലെ അയാൾക്ക് തോന്നി. അല്ല, കപ്പ. അയാളിലേക്ക് ഓടിത്തുടങ്ങിയ അനുജത്തിയെ ചേട്ടൻ കൈപിടിച്ച് വായ അടച്ചു പിടിച്ചു.
എന്തോ കുറ്റകൃത്യം സംഭവിച്ച പോലെ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നീ അവളെ വിടറാ. ഒരു ശാസനം എന്നോണം അവനോടത് പറഞ്ഞ് അമ്മ തൻ്റെ ചേലത്തൊമ്പിൽ നിന്നും കെട്ടഴിച്ച് 10 രൂപയുടെ ഒരു താള് നീട്ടി കപ്പലണ്ടി വാങ്ങിക്കൊടുത്തു. കുട്ടികൾ വീണ്ടും അവരുടെ മണൽ വീട്ടിലേക്ക് മടങ്ങി. ബാക്കിയുണ്ടായിരുന്ന കാശ് അവൾ അയാളുടെ കീശയിൽ വച്ചപ്പോൾ അയാളുടെ മുഖം താണു. വീണ്ടും ആ ഭർത്താവിൻ്റെ മുഖത്ത് ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ അയാളുടെ ചുമലിൽ കൈവച്ച ശേഷം പറഞ്ഞു, സാരമില്ല, ആര് കൊടുത്താലെന്താ. അയാൾ തൻ്റെ കാലുകളിലെയും ആഴത്തിലുള്ള കറുത്ത പാടുകളിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയിരുന്നു. എനിക്ക് ഒന്നും ഓർമ്മയില്ല, പക്ഷേ വേണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. ഒന്നും ഓർമ്മിക്കണ്ട, ഒരു പുഞ്ചിരിയോടെ അവൾ സമാധാനിപ്പിച്ചു. അച്ഛാ കണ്ട ഞങ്ങളുടെ വീട്. കുട്ടികൾ അവരുടെ മണൽ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കണ്ടോ, എത്ര എളുപ്പത്തിൽ അവർ അതുണ്ടാക്കി തീർത്തു. ഇത്രയേ ഉള്ളൂ, അവൾ കൂട്ടിച്ചേർത്തു. ഉടനെ ഒരു തണുത്ത കടൽക്കാറ്റ് വലിയ തീവ്രതയിൽ വന്നടിച്ച് അയാളുടെ വദനത്തിലെ ചുളിവുകളെ വീണ്ടും മായ്ച്ചു കളഞ്ഞു. അതിൻ്റെ പ്രതിബിംബം എന്ന പോലെ കുട്ടികളും അച്ഛനൊപ്പം ചിരിച്ചു. അമ്മയും നിശ്വസിച്ചു.